Hello, my dear students. Welcome back to our class, Module 1B, Collection, Classification, Tabulation and Presentation of Data. കഴിഞ്ഞ രണ്ട് സ്ലൈഡുകളിലായിട്ട് ഞാൻ കളക്ഷൻ ക്ലാസിഫിക്കേഷനെ പറ്റിയായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. കളക്ഷനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഡേറ്റ എങ്ങനെ കളക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ഡേറ്റ എന്നും പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി. അതിനുശേഷം പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനുള്ള രണ്ട് ടൂൾസിനെ പറ്റി അല്ലെങ്കിൽ രണ്ട് മെത്തേഡ്സിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. ഡയറക്റ്റ് പേഴ്സണൽ ഒബ്സർവേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് പേഴ്സണൽ ഒബ്സർവേഷൻ, രണ്ട് തരത്തിലുള്ള ഒരു ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ് രണ്ട് മെത്തേഡ്സിനെ പറ്റി. ഈ സ്ലൈഡിൽ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു മെത്തേഡ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡേറ്റ, നെക്സ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് മെയിൽഡ് ക്വസ്റ്റിനെയർ. എനിക്ക് തോന്നുന്നു റിസർച്ച് സ്റ്റഡിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടൂളാണ് ക്വസ്റ്റിനെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ക്വസ്റ്റിനെയർ എന്നുള്ള കാര്യമാണ്. അപ്പോൾ അടുത്ത മെത്തേഡ്, ദ തേർഡ് മെത്തേഡ് ഫോർ കളക്ടിങ് ഡേറ്റ ഫോർ പ്രൈമറി ഡേറ്റ, ദാറ്റ് ഈസ് മെയിൽഡ് ക്വസ്റ്റിനെയർ മെത്തേഡ്. വാട്ട് ഈസ് മെയിൽഡ് ക്വസ്റ്റിനെയർ മെത്തേഡ്? നമ്മളെല്ലാം ഒരുപാട് തവണ കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, ഫില്ല് ചെയ്ത് കൊടുക്കപ്പെട്ടുള്ള, പല രീതിയിൽ പങ്കാളികളായിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ആക്ച്വലി മെയിൽഡ് ക്വസ്റ്റിനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ക്വസ്റ്റ്യൻസ്, ഇപ്പം എനിക്കൊരു എന്തിനെങ്കിലും പറ്റി ഒരു സ്റ്റഡി ചെയ്യണം. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഞാൻ. ഇപ്പം കോൾഗേറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ അതറിയാൻ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാനൊരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നു. നിങ്ങൾ ഈ പ്രോഡക്റ്റ് കോൾഗേറ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമറാണോ? നിങ്ങൾ എത്ര വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നു? നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്തിട്ട് അവരുടെ സർക്കുലേറ്റ് ചെയ്യാണ്. ഞാൻ നേരിട്ട് പോകണമെന്ന് പോലുമില്ല, മെയിൽ അയച്ചു കൊടുത്തോ ഒക്കെ അവരെ എത്തിച്ചാൽ മതി. ഇപ്പം പുതിയ പ്രകാരം നമ്മൾ ഗൂഗിൾ ഫോമായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അവരുടെ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ മെയിലിലേക്കോ നമ്മൾ ഒരു ഗൂഗിൾ ഷീറ്റ് ഫോം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അവരത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കുറച്ചുകൂടി എളുപ്പമായി. അപ്പോൾ ഈ മെയിൽഡ് ക്വസ്റ്റ്യൻ മെത്തേഡ് എന്ന് പറയുമ്പം ഈ കറണ്ട് ഇന്നോവേറ്റീവുള്ള മെത്തേഡ്സുകളൊക്കെ അതിനകത്ത് ആഡ് ആവും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. നമുക്ക് അതായത് ഒരു വലിയ ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. ഒരുപാട് ആൾക്കാരെ പോയി ഇൻ്റർവ്യൂ ചെയ്തെടുക്കാൻ നമുക്ക് ഒത്തിരി സമയം വേണ്ടി വരും. പക്ഷേ മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡാണെങ്കിൽ ഇവർക്കെല്ലാം നമ്മൾ ഈ ക്വസ്റ്റ്യനെയർ അങ്ങ് അയച്ചു കൊടുത്താൽ മതി, ഏതെങ്കിലും ഒരു മീഡിയ വഴി. അത് അയച്ചു കൊടുത്ത് അവരിത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് നമുക്ക് കിട്ടിക്കഴിയും. അപ്പോൾ ഈ ഒരു മെത്തേഡ്, പ്രൈമറി ഡേറ്റ, ഫ്രഷ് ഡേറ്റ കളക്ട് ചെയ്യാനുള്ള അടുത്ത മെത്തേഡാണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. അപ്പോൾ എന്താണ് മെയിൽഡ് ക്വസ്റ്റ്യനെയർ? ക്വസ്റ്റ്യനെയർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പെർട്ടൈനിങ് ടു ദ പ്രോബ്ലം അണ്ടർ ദ സ്റ്റഡി വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് ഫിൽഡ് ബൈ ദ ഇൻഫോർമൻറ്റ്. ഇവിടെ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെയർ ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെയർ ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനകത്തുള്ളത് വിച്ച് ഈസ് പെർട്ടൈൻ ടു ദ പ്രോബ്ലം അണ്ടർ ദ, നമ്മൾ എന്ത് പ്രോബ്ലം ആണോ സ്റ്റഡി ചെയ്യുന്നത് അതുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്നതാരാണ്? ഇൻവെസ്റ്റിഗേറ്റർ. ബട്ട് ഇറ്റ് ഈസ് ഫിൽഡ് ബൈ ദ ഇൻഫോർമൻറ്റ്സ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. കാരണം അടുത്തൊരു മെത്തേഡിൽ ഡിഫറെൻ്റ് ആണ്. പ്രിപ്പയർ ചെയ്യുന്നതും ഫില്ല് ചെയ്യുന്നതും ഇൻവെസ്റ്റിഗേറ്ററാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രിപ്പയർ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്ററും ഫില്ല് ചെയ്യുന്നത് ഇൻഫോർമൻറ്റ്. ആരാണോ തരുന്ന ഇൻഫർമേഷൻ തരാൻ അയാളാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. കാരണം അവരിലേക്ക് നമ്മളങ്ങ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ദിസ് മെത്തേഡ് എ ലിസ്റ്റ് ഓഫ് റിലവൻറ്റ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദ പ്രോബ്ലം അണ്ടർ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രിപ്പയർഡ് ആൻഡ് സെൻഡ് ടു ദ വേരിയസ് ഇൻഫോർമൻറ്റ് ബൈ പോസ്റ്റ്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തയ്യാറാക്കുക, നമ്മുടെ സ്റ്റഡിയായിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം സെറ്റ് ചെയ്യുക. അത് നമ്മൾ എന്നിട്ട് റെസ്പോണ്ടിന് അയച്ചു കൊടുക്കുന്നു ബൈ പോസ്റ്റ്. ഇപ്പം പല പ്ലാറ്റ്ഫോമിലൂടെ അത് അയച്ചു കൊടുക്കാറുണ്ട്. ആൻഡ് എ സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് ആൻഡ് എ കവറിംഗ് ലെറ്റർ റിക്വസ്റ്റിംഗ് ടു ഫർണിഷ് ദ നെസസറി ഇൻഫർമേഷൻ ആർ ഓൾസോ സെൻഡ് ടു ദ ഇൻഫോർമൻ അലോങ് വിത്ത് ദ ക്വസ്റ്റ്യനെയർ. അതായത് ഈ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ നമ്മളുടെ അഡ്രസ്സ് വെച്ചിട്ടുള്ളൊരു കവറും ഒരു കവറിംഗ് ലെറ്ററും ഇതിൻ്റെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? റെസ്പോണ്ടൻ്റ് അയാൾ സ്വന്തമായിട്ട് ഇത് ഫില്ല് ചെയ്ത് അയാൾ പോയി പോസ്റ്റിൽ പോയി മേടിച്ചൊന്നും മെനക്കെടുത്തൊന്നുമില്ല അല്ലേ? അവർ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവരൊരു സെൽഫ് അഡ്രസ്ഡ് കവറെല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവരിങ്ങനെ അയച്ചു തരാമെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ അവർക്ക് നേരിടേണ്ടി വരുന്നുള്ളൂ അല്ലേ? ഇപ്പം സത്യത്തിൽ ഇത് ആ പോസ്റ്റ് വഴിയാണ് കിട്ടുമ്പോഴാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെയൊക്കെ യൂസും പ്ലാറ്റ്ഫോമുകളൊക്കെ മാറി. ഇപ്പോൾ അറ്റ് വെച്ചാൽ വാട്സപ്പ് വഴിയൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് തോന്നുന്ന ആക്സസിബിൾ ആയിട്ടുള്ള വാട്സപ്പ് വഴി നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കുന്നു, അതിൽ കയറി ഫില്ല് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. ഇനി ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ആപ്ലിക്കബിൾ. ഇത് നോട്ട് ചെയ്യുക. ഈ മെത്തേഡ് എവിടെയാണ് ആപ്ലിക്കബിൾ? ഇറ്റ് ഈസ് ഇൻ ദ കേസ് വെയർ ദ ഇൻഫോർമൻ്റ് ആർ ലിറ്ററേറ്റ് ആൻഡ് ആർ സ്പ്രെഡ് ഓവർ എ വൈഡ് ഏരിയ. ഇൻഫോർമേഷൻ തരുന്ന ആൾ, ഇൻഫോർമൻ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ഏരിയയിൽ സ്പ്രെഡായി കിടക്കുകയാണ്. ഇവരെല്ലാവരും പോയി കാണുന്നവർ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ഓൾസോ ദ ഇൻഫോർമേഷൻ ഷുഡ് ബി ലിറ്ററേറ്റ്. വായിക്കാൻ അറിയാവുന്ന ആളും ഇത് അയച്ചു കൊടുക്കാൻ പറ്റും. ഇല്ലിറ്ററേറ്റ് ഉള്ളൊരു വ്യക്തിക്ക് ക്വസ്റ്റ്യനെയർ ഒരിക്കലും അയച്ചു കൊടുക്കാൻ കഴിയില്ല.
ഇതൊരു ക്വസ്റ്റനെയറിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനൊന്ന് ഒരു സ്റ്റഡിയുടെ ക്വസ്റ്റനെയറാണ് ഇത്. അപ്പോൾ അതിനകത്ത് എപ്പോഴും ക്വസ്റ്റനെയറിൽ നമ്മൾ ആദ്യം വെക്കേണ്ടത് ഒരു റെസ്പോണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ നമ്മുടെ സ്റ്റഡി ഇന്നതാണ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സ്റ്റഡിയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റഡിയുടെ ഭാഗമായിട്ട് നിങ്ങളിൽ നിന്ന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നു. ആ ഇൻഫർമേഷൻ തരണം. നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്യും. നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ വളരെ കോൺഫിഡൻഷ്യൽ, രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും. ഈ അക്കാഡമിക് അല്ലെങ്കിൽ ഈ സ്റ്റഡിയുടെ പർപ്പസിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് താഴെ അവരുടെ ഒരു പേര് നമ്മൾ മെൻഷൻ ചെയ്യണം. താഴെ അവരുടെ പേര് മെൻഷൻ ചെയ്യണം നമ്മൾ. ഇവിടെ ആ വർക്കിൻ്റെ സ്റ്റഡിയുടെ പേരാണ് ഇതിൻ്റെ ബാക്കിൽ കാണുന്നത്. ഞാൻ തൽക്കാലം അത് വേറൊരാളുടെ സ്റ്റഡി ആയതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. നെയിം ഓഫ് ദ സ്റ്റഡി എന്ന് മാത്രമേ വെച്ചോളൂ. ഇനി അത് ഒരു ഡീമോഗ്രാഫിക് പ്രൊഫൈൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം സ്റ്റഡി ചെയ്യുന്ന ആളിനെ പറ്റി. ഇവിടെ ഒരു ഡീമോഗ്രാഫിക് പ്രൊഫൈൽ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഏജിൻ്റെ കാറ്റഗറി, അയാളുടെ ജെൻഡർ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എംപ്ലോയി സ്റ്റാറ്റസ്, മന്ത്ലി ഇൻകം, മെറിറ്റൽ സ്റ്റാറ്റസ്, ചിൽഡ്രൻ, അങ്ങനെ കുറേ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് വേണ്ട ഓരോ സെക്ഷൻ ബിയിൽ. സെക്ഷൻ 1 ആണ് ഇങ്ങനെ വന്നേക്കുന്നത്. സെക്ഷൻ ബിയിൽ അടുത്ത ഏരിയയിലേക്ക് കളക്ട് ചെയ്തേക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ലെവലിലേക്ക് പോകുന്നു. അവർ അവയർനെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു അവെയർ ആണോ, വെരി ലോ, ആവറേജ്, ഹൈ എന്നൊക്കെ പറഞ്ഞ് ഒരു ക്വസ്റ്റനെയറിൻ്റെ ഫോർമാറ്റ് ഇവിടെ ഇട്ട് തന്നേക്കുന്നത്. ഇതാണ് ക്വസ്റ്റനെയർ. ഇത് അയച്ചു കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ഫില്ല് ചെയ്യുന്നത്. ദർ ഈസ് നോ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ ആക്ച്വലി ക്വസ്റ്റനെയർ. ഡിപ്പെൻസ് ആണ്, നമ്മുടെ സ്റ്റഡിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ക്വസ്റ്റനെയർ? ക്വസ്റ്റനെയറിൻ്റെ ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ക്യാൻ ബി ഈസിലി അഡോപ്റ്റഡ് ഈവൻ ഇഫ് ദ ഫീൽഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് വാസ്റ്റ് ആൻഡ് ഇൻഫർമേഷൻ ആർ സ്പ്രെഡ് ഓവർ എ വൈഡ് ഏരിയ. ദിസ് ഈസ് മോർ ബെനിഫിഷ്യൽ. ദിസ് മെത്തേഡ് ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ വിച്ച് കേസ് വാസ്റ്റ് ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ടെങ്കിൽ ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ. 2, ഇറ്റ് ഈസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ മെത്തേഡ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് മണി. സാമ്പത്തികത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാലും സമയത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാലും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. കാരണം നമുക്ക് ഒറ്റയടിക്കാൻ എല്ലാവർക്കും അങ്ങ് അയച്ചു കൊടുക്കാം. നമ്മൾ അവരുടെ അടുത്ത് ഓരോരുത്തും പോയി ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വേണം, സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടം ഉണ്ടാവും. Another advantage of this method is that if the investigation is properly conducted, this method ensure a reasonable standard of accuracy. പ്രോപ്പറായിട്ടാണ് ഈ മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ല ആക്യുറസിയിലുള്ള ഒരു ഡേറ്റ കിട്ടാനുള്ളൊരു മെത്തേഡ് തന്നെയാണ് ക്വസ്റ്റനെയർ എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റനെയർ സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ സെറ്റ് ചെയ്യണം. ആൻഡ് ദ ഇൻഫർമേഷൻ കളക്റ്റഡ് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് മോർ ഒത്തൻറ്റിക് ആസ് ഇറ്റ് ഈസ് ഒറിജിനൽ. ഇത് വഴി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ എപ്പോഴും ഒത്തൻറ്റിക് ആണ്. കാരണം റെസ്പോണ്ടൻറ്റ് നേരിട്ടാണ് ഇത് ഫില്ല് ചെയ്ത് തരുന്നത്. ആൻഡ് ദർ ഇസ് നോ ചാൻസ് ഫോർ പേഴ്സണൽ ബയാസ് ആൻഡ് പ്രജുഡീസ് ഓൺ ദ പാർട്ട് ഓഫ് ദി ഇൻവെസ്റ്റിഗേറ്റർ ആസ് ദ ആൻസർ ആർ ഗിവൺ ഡയറക്ട്ലി ബൈ ദ റെസ്പോണ്ടൻസ്. ഇവിടെ ഇൻവെസ്റ്റിഗേറ്ററുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രജുഡീസും ഇവിടെ ബാധിക്കുന്നില്ല. കാരണം നേരിട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോഴാണ് ഇൻവെസ്റ്റിഗേറ്ററുടെ പ്രജുഡീസിനെ ബാധിക്കുന്നത്. ഇത് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അയാൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്ത് അയാളുടെ മാത്രം ഒപ്പീനിയൻ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫില്ല് ചെയ്ത് തരുകയോ ചെയ്യുന്നത്. So there is no chance for the prejudice and on the part of the investigator. Okay. Then gonna discuss about the demerits. What are the demerits of questionnaire methods? And first demerits is that this method can be adopted only where the informant are literate. So this is one of the demerits of questionnaire method. That is the informant. This is one of the demerit of questionnaire method. That is the informant must be literate. Literate ആണെങ്കിൽ മാത്രമേ ഇത് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. And the success of this method fully depends upon the cooperation of the respondent. റെസ്പോണ്ടൻ്റെ സഹകരണം കിട്ടിയില്ലെങ്കിൽ ഈ മെത്തേഡ് കൊണ്ടൊരു പ്രയോജനമില്ല. അയാൾ ഫില്ല് ചെയ്ത് അയച്ചു തരണം നമുക്ക്. ഇനി അയാൾ ഫില്ല് ചെയ്യുമ്പോൾ അയാൾക്ക് എത്രയും പെട്ടെന്ന് ഇതങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ എല്ലാ നോ എസ് ഒക്കെ അങ്ങ് അടിച്ചു കൊടുക്കുക, പണി കഴിയട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു കൊടുത്താൽ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. ഇനി ചിലതൊക്കെ അയാൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നല്ലത്. ഉദാഹരണത്തിന് നിങ്ങൾ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് എന്നൊരു സ്റ്റഡിയാണ്. നമ്മളുടെ വീട്ടിലെ വേസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബയോഡിഗ്രേഡബിൾ, ഡീഗ്രേഡായിട്ടൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടപ്പം കൊടുത്തേക്കാം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ടിക്ക് കൊടുത്താൽ അവിടെ കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? തെറ്റായിട്ടുള്ള വിവരമാണ്. അപ്പോൾ ആ സ്റ്റഡി ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന കൺക്ലൂഷൻ തെറ്റായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫുള്ളി ഡിപ്പെൻഡ്സ് ഓൺ ദ കോപ്പറേഷൻ ഓഫ് ദ റെസ്പോണ്ടൻറ്റ്. And next method is the information given by the respondent may be vague and unintelligible, and in certain cases the information obtained may not be useful. അയാൾ തരുന്ന ഇൻഫർമേഷൻ വേഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്ത രീതിയിൽ വളരെ വേഗായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്പഷ്ടമല്ലാത്ത രീതി, അൺഇൻ്റലിജിബിൾ സ്പഷ്ടമല്ലാത്ത രീതിയിൽ അയക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നാൽ
ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അത് നമുക്ക് ഉപയോഗമില്ലാത്ത രീതിയിലായി പോകും. മറ്റ് ദിസ് മെത്തേഡ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. വാട്ട് യു മീൻ ബൈ ഫ്ലെക്സിബിലിറ്റി? ഈ ക്വസ്റ്റനെയർ സ്ട്രക്ചേർഡ് ആണ് അല്ലേ? ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റിന് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുമോ? സിറ്റുവേഷൻ അനുസരിച്ച് റെസ്പോണ്ടൻ്റെ അപ്പോഴത്തെ ഇമോഷണൽ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പ്രിൻ്റ് ഔട്ട് ആക്കി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫിക്സഡ്. സോ ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. ദീസ് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് ക്വസ്റ്റനെയർ മെത്തേഡ്. ആൻഡ് ഡ്രാഫ്റ്റിംഗ് ക്വസ്റ്റനെയർ, നമ്മളിനി അടുത്ത മനസ്സിലാക്കുന്ന ക്വസ്റ്റനെയർ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, തയ്യാറാക്കേണ്ടത്. The drafting of questionnaire is an art on which the success or failure of the whole scheme depends. ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റഡിയുടെ സക്സസ്ഫുൾ ഓർ പരാജയം എന്ന് പറയുന്നതാണ്. അതായത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് എ ക്വസ്റ്റനെയർ ഈസ് കെയർഫുള്ളി ഡിസൈൻ ഓൺ സയൻറ്റിഫിക് ലൈൻ സോ ദാറ്റ് ദ ഡേറ്റ കളക്റ്റഡ് ആർ റിലയബിൾ, റിലവൻറ്റ് ആൻഡ് ആക്യുറേറ്റ്. വളരെ സയൻറ്റിഫിക്കായിട്ട് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. എങ്കിലേ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റ റിലയബിൾ ആകുകയുള്ളൂ, വിശ്വസനീയമാകത്തുള്ളൂ, റിലവൻ്റ് ആവത്തുള്ളൂ, പ്രാധാന്യം അർഹിക്കുന്നതാകത്തുള്ളൂ, ആൻഡ് ആക്യുറേറ്റ്, വളരെ കൃത്യം നിറഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ. And only an expert with sharp intelligence, sound common sense and rich experience can prepare a good questionnaire. ഒരു ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കണം? ഹി ഷുഡ് ഹാവ് എ ഷാർപ്പ് ഇൻ്റലിജൻസ്, സൗണ്ട് കോമൺ സെൻസ് ആൻഡ് റിച്ച് എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള, വളരെ കോമൺ സെൻസ് ഉള്ള, വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് ഒരു ക്വസ്റ്റനെയർ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യാം. കാരണം ഒരു ക്വസ്റ്റനെയർ സക്സസ്ഫുൾ ആണെങ്കിൽ സ്റ്റഡി ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ, അതായത് നമ്മുടെ സ്റ്റഡിക്ക് കിട്ടേണ്ട സത്യസന്ധമായിട്ടുള്ള ആൻസർ നമുക്ക് ആ റെസ്പോണ്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും, ക്വസ്റ്റനെയർ അത്ര പെർഫെക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. ദെൻ ദർ ഈസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോർ പ്രിപ്പയറിംഗ് ഇറ്റ്. ദറ്റ് ഈസ് ആക്ച്വലി ദർ ഈസ് നോ predetermined structure for the preparation of questionnaire. It depends on the study and the intelligence, common sense and experience of, or the convenience of the investigator. That is the format of the questionnaire. There is no predetermined format for the questionnaire. The next point, a good questionnaire should have the following essential qualities. ഒരു നല്ല ക്വസ്റ്റ്യൻ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? ഇത് സാധാരണ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്. ഒരു ക്വസ്റ്റ്യനറിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? It should be divided into two parts. Questionnaire എപ്പോഴും രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യണം. The first part should contain the aim and the object of the inquiry and the reason for issuing the questionnaire. ക്വസ്റ്റ്യനെയർ എപ്പോഴും രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യണം. അല്ല, ആദ്യത്തെ പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ സ്റ്റഡിയുടെ ഉദ്ദേശം, എന്തിനാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ വ്യക്തമായി പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് കാണിച്ചു ഞാൻ പറഞ്ഞില്ലേ, എന്താണ് ഈ സ്റ്റഡി എന്നും ഒന്നിന് വ്യക്തമായ ഒരു ഇൻട്രൊഡക്ഷൻ എടുത്ത് കൊടുത്തിരിക്കണം. Then there should also be an appeal seeking help and cooperation of person who are supposed to supply information. ഇൻഫർമേഷൻ തരുന്ന ആളുടെ അടുക്കൽ അയാളെ കൺവിൻസ് ചെയ്യുന്നില്ല, അയാളോട് ഒരു റിക്വസ്റ്റ് ആണ് നമ്മളിവിടെ നടത്തേണ്ടത്. അയാളിൽ നിന്നും ഒരു സഹായം ചോദിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അയാളുടെ വിലപ്പെട്ട സമയം നമ്മൾ കുറച്ച് നേരം നമുക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അയാളോട് ആ റിക്വസ്റ്റ് സ്വീകരിക്കുന്ന രീതിയിൽ വേണം ആ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കേണ്ടത്. Then it should contain an assurance that the information furnished will be kept confidential. ഞാൻ ഫോർമാറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞു തന്നില്ലേ, അതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിരിക്കണം, നിങ്ങൾ തരുന്ന ഇൻഫർമേഷൻ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കും, സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ദെൻ ദ സെക്കൻഡ് പാർട്ട് ഓർ ദാറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഷുഡ് കണ്ടെയ്ൻ ക്വസ്റ്റ്യൻസ്. അടുത്ത പാർട്ട്, ഫസ്റ്റ് പാർട്ടാണ് ഇതെല്ലാം വരേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ കണ്ടൻറ്റുകളെല്ലാം. സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് വരേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ. അടുത്ത ഒരു കണ്ടീഷൻ പറയാണ്, ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്യുന്നത് ക്ലിയർ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ക്വാളിറ്റീസ് വേണമെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യനെയറിന്. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്ലിയർ, സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് വൈൽ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യനെയർ ആപ്റ്റ് വേർഡ്സ് ഷുഡ് ബി യൂസ്ഡ് ടു അറ്റ് ദ ആപ്റ്റ് പ്ലേസ്. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൃത്യമായ, കറക്റ്റായിട്ട് അവിടെ പറ്റുന്ന വേർഡ് തന്നെ യൂസ് ചെയ്ത് കറക്റ്റ് വേർഡുകളും കറക്റ്റ് പ്ലേസിലും സ്ഥാപിച്ച് വേണം നമ്മൾ ഈ ക്വസ്റ്റ്യൻ അയച്ചു കൊടുക്കാൻ. And as far as possible, only simple words should be used in a general business study. Taking into account the nature of inquiry and the type of the respondent. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്ന കണ്ടൻറ്റ്, ആ വേർഡ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കണം. അത് ഏതൊരാളിനും വായിച്ചാൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. കോംപ്ലക്സിറ്റി ഉള്ള വേർഡ്സ് ഒന്നും അതിനകത്ത്, സെൻറ്റൻസ് ഒന്നും അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ആൻഡ് വേർഡ്സ് വിച്ച് മേ ബി മൾട്ടിപ്പിൾ മീനിങ് ഷുഡ് ബി ഡിഫൈൻഡ് ആൻഡ് വിച്ച് ഇൻവോൾവ് പ്രസ്റ്റീജ് ഓർ സ്റ്റാറ്റസ് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വേർഡുകൾ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും ടെക്നിക്കൽ ടേമുകളൊക്കെ ഉപയോഗിച്ചാൽ അത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അവർക്ക്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് പ്രൊസീജിയർ സ്റ്റാറ്റസ് തോന്നുന്ന രീതിയിലുള്ള മറ്റ് കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തരുത്. ഇത് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സിറ്റുവേഷൻസൊക്കെ അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. ദെൻ
അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഷുഡ് ബി ബ്രീഫ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിരിക്കണം എന്ന്, ഇവിടെ ബ്രീഫ് ആയിരിക്കണം. ഒരു 50 ക്വസ്റ്റ്യൻ 60 ക്വസ്റ്റ്യനൊക്കെ എടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കരുത്. ഏറ്റവും എണ്ണം കുറച്ച് നമുക്ക് വേണ്ട സ്റ്റഡിയുടെ ഏറ്റവും ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ ചോദിക്കാവുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി ബ്രീഫ്. അതാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ്യൻ ഷുഡ് ബി ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ പോയിന്റ് അണ്ടർ ദ എൻക്വയറി. നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സ്റ്റഡിയുടെ എന്താണോ നമുക്ക് ആവശ്യം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചോദ്യം അങ്ങ് ചോദിക്കുക. നമ്മളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ടു ദ മിനിമം. ഏറ്റവും കുറഞ്ഞ എണ്ണത്തിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആക്കാൻ ശ്രമിക്കണം. അടുത്ത ഒരു ക്വാളിറ്റി ക്വസ്റ്റ്യനിയറിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദ ലോജിക്കൽ ഓർഡർ. ലോജിക്കൽ ഓർഡർ, അതായത് ഇപ്പോൾ ആർ യു എംപ്ലോയിഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ആ ഒരു ആർ യു എംപ്ലോയിഡ് ചോദിച്ചിട്ട് ആർ യു സ്റ്റുഡൻറ്റ് താഴെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ആർ യു ഹൗ മെനി ചൈൽഡ് ഹാവ് യു, അതിനുശേഷം ആർ യു മാരീഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ലോജിക്കല്ലാത്ത രീതിയിൽ, ഇതിപ്പോൾ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളി മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പലതരത്തിൽ എക്സാമ്പിൾസ് ചോദിക്കുക ലോജിക്കല്ലാത്ത രീതിയിൽ. ഓക്കെ, ഇപ്പം മന്ത്ലി സാലറി ചോദിച്ചിട്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് ജോലി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലോജിക്കല്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദ ലോജിക് ഓർഡർ. ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ സീക്വൻസ് സോ ആസ് ടു ഫെസിലിറ്റേറ്റ് ടാബുലേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇത് നമുക്ക് അറേഞ്ച്മെൻറ്റ്സിന് ടാബുലേഷൻ വർക്കിനൊക്കെ അത് ഏറ്റവും ബെസ്റ്റാണ്. ആൻഡ് ജനറൽ ക്വസ്റ്റ്യൻ മേ ബി ഗിവൺ ഇൻ ദ ബിഗിനിങ്. യെസ്, തീർച്ചയായിട്ടും ആദ്യം ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചില്ല, ആദ്യം ജനറൽ ക്വസ്റ്റ്യനെ ചോദിക്കാവുള്ളൂ. കമ്പനിയുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ വ്യക്തിയുടെ ഡീറ്റെയിൽ ആണെങ്കിൽ അവരുടെ പേര്, അവരുടെ അഡ്രസ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ജോലി സംബന്ധിച്ച്, എന്നിട്ട് വേണം നമ്മുടെ സ്റ്റഡിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. സോ ആദ്യം ജനറൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. അനദർ ക്വാളിറ്റി, പേഴ്സണൽ ക്വസ്റ്റ്യൻ ഷുഡ് ബി അവോയ്ഡഡ്. ഓരോ വ്യക്തി അവരുടെ വ്യക്തിപരമായ രീതിയിലുള്ള ഇൻഫർമേഷൻ തരുന്നത് ഒഴിവാക്കണം. ജനറൽ നമ്മുടെ സ്റ്റഡിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. അവരോട് ഒരിക്കലും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. So it is advised to avoid questions which an informant may be unwilling or reluctant to answer, as they may involve disclosure of private, confidential, personal information. അപ്പോൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു ഇൻഫോർമെൻറ്റും അത് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ദെൻ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഒബ്ജക്റ്റീവ് ആൻസർ. അതായത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് മാക്സിമം ചോദിക്കരുത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്, ഒരു പാരഗ്രാഫിനുള്ള സ്പേസും കൊടുത്തു കഴിഞ്ഞാൽ ആരും ഫില്ല് ചെയ്ത് തരത്തില്ല, ആരും മെനക്കെട്ട് എഴുതാനും നിൽക്കത്തില്ല. സോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആൻസറിങ് ആയിരിക്കണം. കണ്ട, ആസ് ഫാർ ആസ് പോസിബിൾ ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ദാറ്റ് ഈസ് യെസ് ഓർ നോ ഓർ ടിക്ക് മാർക്ക്. അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ തയ്യാറാക്കി കൊടുക്കേണ്ടത്. അടുത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ ഷുഡ് ബി അട്രാക്റ്റീവ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് ഫില്ല് ചെയ്യാൻ തോന്നണം. എ ക്വസ്റ്റ്യൻ ഷുഡ് ബി മെയ്ഡ് to look as attractive and impressive as possible. The printing and the quality of the paper used should be good. Plenty of space should be provided for answering depending upon the type of the question. അതായത് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി പേപ്പറിൽ ആവശ്യത്തിന് സ്പേസ് ഒക്കെ യൂസ് ചെയ്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ട് രീതിയിൽ വേണം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ. ആൻഡ് ക്വസ്റ്റ്യനിയർ ഷുഡ് ബി പ്രീ ടെസ്റ്റഡ് വിത്ത് എ ഗ്രൂപ്പ് ബിഫോർ മെയിലിംഗ് ഇറ്റ് ഔട്ട്. എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ ഒരു ചെറിയ ഗ്രൂപ്പിന് ഇത് ആദ്യം അയച്ചു കൊടുക്കണം. അവരുടെ റെസ്പോൺസ് നോക്കി ഇത് ആപ്ലിക്കബിൾ ആണോ, എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ, എല്ലാവർക്കും ഫില്ല് ചെയ്യാൻ തോന്നുന്നതാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മുഴുവൻ നമ്മുടെ റെസ്പോണ്ടൻറ്റിന് മുഴുവൻ അയച്ചു കൊടുക്കാൻ പാടുള്ളൂ. ദാറ്റ് ഈസ് അനദർ ക്വാളിറ്റി ടു ബി മെയിൻറ്റെയിൻ. ആൻഡ് നെക്സ്റ്റ് പോയിൻറ്റ്, ക്രോസ് ചെക്ക്. അതായത് if possible one or more cross check should be incorporated to the questionnaire in order to ensure that information given by the informant are reliable to a certain extent. ഈ ഒരു ഗ്രൂപ്പിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, അയച്ചു കൊടുത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ക്രോസ് ചെക്കിങ് നടത്തണം. ഈ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് നമുക്ക് റിലയബിൾ ആയിട്ടുള്ളതാണോ, നമ്മുടെ സ്റ്റഡിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന രീതിയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ദെൻ മെത്തേഡ്സ് ഓഫ് ടാബുലേഷൻ. മെത്തേഡ്സ് ഓഫ് ടാബുലേഷൻ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ ടാബുലേഷൻ ഏത് മെത്തേഡാണ്, ടേബിളിലേക്ക് ഇതിനെ മാറ്റാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഏത് രീതിയിൽ, അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ക്വസ്റ്റ്യനർ തയ്യാറാക്കാൻ. ഇത് ക്വസ്റ്റ്യൻ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി നമുക്കിതിന് ടേബിളിലാക്കി ഡേറ്റ ആക്കി പ്രസൻറ്റ് ചെയ്യേണ്ടതാണ്, അനാലിസിസ് നടത്തേണ്ടതാണ്. ഈ അനാലിസിസും ടേബിളിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ക്വസ്റ്റ്യനർ തയ്യാറാക്കാൻ. ദാറ്റ് ഈസ് ദി അനദർ ക്വാളിറ്റീസ് ടു ബി മെയിൻറ്റെയിൻ. സോ ഇൻ ദിസ് സ്ലൈഡ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് the third method of primary data collection, that is questionnaire method, and we discussed about what is questionnaire and what are the merits, demerits, and what are the qualities to be possessed, or how a question is to be prepared. These are the content I have discussed in this video. Okay,
സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കമൻറ്റിൽ മെസ്സേജ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.